കുട്ടികളെ, അപ്പം നമ്മൾ ബഹുപദം അഥവാ പോളിനോമിയൽ എന്ന് പറഞ്ഞ പാഠഭാഗത്ത് രണ്ടാകൃതി ബഹുപദങ്ങൾ അഥവാ രണ്ടാകൃതി സമവാക്യം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലുകളാണ് വരിക എന്ന് നമ്മൾ കണ്ടു. അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പ്രധാനമായിട്ട് 3 ഐഡന്റിറ്റികളാണ് ഉപയോഗിക്കുക. അതിൽ 2 എണ്ണമാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് വരുന്നതെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ അഥവാ ഘടകങ്ങളാക്കാനും പഠിച്ചു. അങ്ങനെ ഘടകങ്ങളാക്കിയതിന് ശേഷം ഘടകങ്ങളിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കിട്ടുമെന്നും തിരിച്ച് അഥവാ പരിഹാരങ്ങൾ അറിഞ്ഞാൽ എന്തെഴുതാം, സൊല്യൂഷൻസ് കിട്ടുമെന്നും മനസ്സിലാക്കി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ടീച്ചർ ടെക്സ്റ്റിലത്തെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമ്മൾ ഫാക്ടേഴ്സ് കാണുകയാണ്. ഫാക്ടേഴ്സ് കണ്ടിട്ട് അതിൽ നിന്ന് സൊല്യൂഷൻസ് കാണാൻ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് സൊല്യൂഷൻസിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാൻ പഠിക്കണം, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പഠിക്കണം. അപ്പൊ അത് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അറിയണം. ഫാക്ടേഴ്സിൽ നിന്ന് എന്തെഴുതാൻ അറിയണം, സൊല്യൂഷൻ കാണാൻ അറിയണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 237, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ആ 237-ാമത്തെ പേജില് 6 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കുന്നത്. അതിൽ 4 എണ്ണം ടീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. 2 എണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യണം. ഈ 6 ചോദ്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ കാര്യങ്ങൾ ഉറക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ബഹുപദങ്ങൾ നിങ്ങൾ പ്രോഡക്റ്റ് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. അങ്ങനെ ഒരു 10ഓ 20ഓ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ ഈ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസറുകൾ കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചോദ്യം വായിച്ചു നോക്കാം. Write the second degree polynomials given below as the product of 2 first degree polynomial. താഴെ കൊടുത്തിരിക്കുന്ന ബഹുപദങ്ങളെല്ലാം രണ്ടാകൃതി ബഹുപദങ്ങളാണ്. ആ രണ്ടാകൃതി ബഹുപദങ്ങളെ 2 ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതണം. അപ്പൊ ഗുണനഫലമായിട്ട് എഴുതുമ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചു a² - b² = a+b × a-b എന്ന് എഴുതാൻ സാധിച്ചാൽ a+bയും a-bയും എന്താണ്, ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഒന്നാകൃതി ബഹുപദത്തിന്റെ അഥവാ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ കണ്ടുപിടിക്കണം. Find also the solutions of the equation p of x is equal to 0 in each. അത് ഉപയോഗിച്ച് ആ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് p of x is equal to 0 എന്ന് പറഞ്ഞതിൻ്റെ ഘടകങ്ങളും പരിഹാരങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ ഒന്നാമത്തെ ചോദ്യം ടീച്ചർ ബോർഡിൽ എഴുതാം. x² - 7x + 12 എന്നതാണ് ആദ്യത്തെ പോളിനോമിയൽ. ഇതിന് പേരൊന്നും കൊടുത്തിട്ടില്ല. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ലെറ്റ് p of x അല്ലെങ്കിൽ p of x സമം x² - 7x + 12 ആയാൽ ഏതൊക്കെ ബഹുപദങ്ങളെ അഥവാ ഏതൊക്കെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഗുണിച്ചപ്പോഴാണ് അഥവാ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത് എന്ന് കണ്ടുപിടിക്കണം. എത്ര ടേമുകൾ ഉണ്ട് പറയൂ, 3 ടേമുകള്. ആ 3 ടേമുകളിൽ 2 എണ്ണം പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അല്ല. അപ്പോൾ a+b² അല്ല, a-b² അല്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഏതാണ്, x+a × x+b എന്ന് പറഞ്ഞ രൂപത്തിൽ 3 ടേമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ x² + a+b × x + ab എന്ന് പറഞ്ഞ തരത്തിലായിരിക്കണം തന്ന ബഹുപദം അഥവാ തന്ന പോളിനോമിയൽ. നമുക്ക് നോക്കാം, വലത് ഭാഗത്തേക്ക് എഴുതുക, അവിടെ തന്നെ ചെയ്യരുത്. x² - 7x + 12. x² സ്ക്വയർ റൂട്ട് x. അപ്പോൾ നമുക്ക് ഇതിന് 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലായി. 2ലും ആദ്യത്തെ ടേം ഏതായിരിക്കും, x ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ ഒരു എയും ഇവിടെ ഒരു ബിയും എഴുതണം. അതിന് നമ്മൾ എക്സിന്റെ കോഎഫിഷ്യന്റ് അഥവാ എക്സിന്റെ ഗുണകമായിട്ടുള്ള നെഗറ്റീവ് 7ഉം എക്സ് ഇല്ലാത്ത ടേം ആയിട്ടുള്ള 12ഉം എടുക്കുക. a+b എന്ന് പറയുന്നത് നെഗറ്റീവ് 7ഉം AB എന്ന് പറയുന്നത് പോസിറ്റീവ് 12ഉം. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ
അപ്പോൾ പോസിറ്റീവ് 12 കിട്ടാൻ നമുക്കറിയാം 4ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ രണ്ടും തമ്മിൽ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുകയും വേണം, ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടുകയും വേണമെങ്കിൽ ഈ രണ്ട് നമ്പറും എന്ത് കൊടുക്കുകയേ നിവൃത്തിയുള്ളൂ, നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ -4ഉം -3ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? -7. -4ഉം -3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ +12. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എന്താണ് വരിക? x-4ഉം x-3ഉം. ദാറ്റ് ഈസ് P of x is equal to x-4 into x-3. P of x നെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞല്ലോ, ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതി കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് വില കൊടുക്കുമ്പോഴാണ് ഈ P of x is equal to 0, P of x 0 ആയിട്ട് മാറുന്നത്? അതാണല്ലോ സൊല്യൂഷൻസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം, therefore ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, x-4 ഫാക്ടർ ആയതുകൊണ്ട് P of 4 is equal to 0. അടുത്തതൊന്ന് പറഞ്ഞു നോക്കൂ, എന്താ കിട്ടുക? P of 3 equal to 0. അതായത് P of x ൽ x ന്റെ സ്ഥാനത്ത് 4 കൊടുത്താലും x ന്റെ സ്ഥാനത്ത് 3 കൊടുത്താലും ഈ ബഹുപദം 0 ആയിട്ട് മാറും. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ പരിഹാരങ്ങൾ എന്താ? x is equal to 4 and x is equal to 3. ഇതാണ് ഇതിൽ നിന്ന് വരുന്ന ചോദ്യം. ഏകദേശം മാതൃക മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിലത്തെ രണ്ടാമത്തെ ബഹുപദം എന്ന് പറയുന്നത്, ഇവിടെ -7x പകരം എന്താണ്? +7x ആണ്. ടീച്ചർ അത് നോട്ടിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ +7 വരുമ്പോൾ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. എന്താണ് വരിക ഫാക്ടേഴ്സ്? x+4ഉം x+3ഉം. അപ്പോൾ ഇവിടെ x+4 വരുമ്പോൾ ഇത് 0 ആകണമെങ്കിൽ എന്ത് കൊടുക്കണം? -4 കൊടുക്കണം. ഇത് 0 ആകണമെങ്കിൽ ഇവിടെ -3 കൊടുക്കണം. അപ്പോൾ സൊല്യൂഷൻസ് എന്താണ് വരിക? x is equal to -4ഉം x is equal to -3. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് രണ്ടാമത്തെ ചോദ്യം എന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലും അതെ, ആകെ പ്ലസും മൈനസും തമ്മിൽ അല്ല, രണ്ടും വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഒരുമിച്ച് നമുക്ക് എഴുതാം. മൂന്നാമത്തെ ചോദ്യം P of x is equal to x² minus 8x plus 12ഉം. നാലാമത്തെ ചോദ്യം P of x is equal to x² plus 13x plus 12ഉമാണ്. അപ്പൊ ആദ്യം നമുക്ക് മൂന്നാമത്തെ ചോദ്യം എഴുതി നോക്കാം. ഇനി ടീച്ചർ നേരിട്ട് പറയുകയാണ് ചെയ്യുക. നമുക്കൊന്ന് അങ്ങനെ എഴുതാതെ ഇങ്ങനെ എഴുതി നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. ഇങ്ങനെ എഴുതാനും പഠിക്കണം, കുറച്ച് സ്പീഡിൽ ചെയ്യാനും പഠിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്ത് കാണിക്കുകയാണ്, ശ്രദ്ധിക്കാം. ഈക്വൽ ടു 3 ടേമുകളുണ്ട്. 3 ടേമിൽ 2 എണ്ണം പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല, ഒരെണ്ണം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ബ്രാക്കറ്റ് 2 എണ്ണം വരും. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? x ആണ്. അപ്പോൾ ഇതിലത്തെ ആദ്യത്തെ ടേം x, ഇതിലത്തെ ആദ്യത്തെ ടേമും x. ഇനി നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത് ഏതാണ്? നമുക്ക് വലതുഭാഗത്തേക്ക് എഴുതാം, x² minus 8x plus 12. റൗണ്ട് ചെയ്യേണ്ടത് -8ഉം +12ഉം. അപ്പോൾ 12ന്റെ ഫാക്ടേഴ്സ് ഏതെല്ലാം എന്ന് നോക്കണം. 1 into 12, 2 into 6, 3 into 4 ആണ് ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടണം, പക്ഷെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? -8 കിട്ടണം. അപ്പോൾ ഇത് +12 കിട്ടേണ്ടത് കൊണ്ട് രണ്ടും പോസിറ്റീവോ രണ്ടും നെഗറ്റീവോ വരാം. പക്ഷേ തുക അഥവാ സം നെഗറ്റീവ് വരണമെങ്കിൽ രണ്ട് നമ്പറും എന്തേ പറ്റുള്ളൂ? നെഗറ്റീവേ പറ്റുള്ളൂ. കൂട്ടി നോക്കൂ, -12 -1 -8 അല്ല. അപ്പോൾ ഇത് പോയി. -6ഉം -2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു? -8 കിട്ടുന്നു. അപ്പോൾ ബാക്കി നോക്കണോ? നോക്കിയിട്ടും കാര്യമില്ല. -4 -3 കൂടെ കൂട്ടി എത്രയാണ്? -7 ആണ്. അപ്പോൾ ആർക്കേ സാധ്യത ഉള്ളൂ? -2നും അടുത്തത് -6. അപ്പോൾ P of x നെ നമ്മൾ എങ്ങനെ എഴുതി? P of x is equal to x minus 2 into x minus 6. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഒന്നാകൃതി ബഹുപദമാണല്ലോ. അതിന്റെ രണ്ടിന്റെയും ഗുണനഫലമാണല്ലോ. അപ്പൊ ഏതൊക്കെയാ ഫാക്ടേഴ്സ്? x minus 2, x minus 6 are
ദ ഫാക്ടേഴ്സ് ഓഫ് പി ഓഫ് എക്സ്. അപ്പോൾ ഇത് ഫാക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വില കൊടുത്താലാണ് ഇത് 0 ആവുക? പറയും. ഇവിടെ -2 അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? പി ഓഫ് 2. പി ഓഫ് 2 കൊടുത്താൽ പോളിനോമിയലിന്റെ വില 0 ആകും. അതേപോലെ ഇതോ പി ഓഫ് 6 കൊടുത്താലും പോളിനോമിയലിന്റെ വില 0 ആകും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x is equal to 2ഉം x is equal to 6ഉമാണ്. ഇപ്പൊ എന്തിനാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതെന്നും അതിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായല്ലോ. ഐഡന്റിറ്റിയുടെ ഉപയോഗം ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. x² plus 13x plus 12 p of x is equal to x² plus 13x plus 12. അപ്പോൾ ഇവിടെയും അതെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് x². അപ്പോൾ രണ്ട് ബ്രാക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. x² സ്ക്വയർ റൂട്ട് x. കണ്ടോ, ഒരേ രീതിയിൽ അത് ചെയ്യാം. അപ്പൊ പോളിനോമിയൽ നമുക്ക് പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഉറക്കും. ഇനി x ഇല്ലാത്ത ടേം 13, xന്റെ ഗുണകം 13, x ഇല്ലാത്ത ടേം 12. 12ന്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കന്നെ. 1 × 12, 2 × 6, 3 × 4. ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അപ്പൊ രണ്ട് നമ്പറും എന്ത് വരെ പാകുള്ളൂ? പോസിറ്റീവ് വരണം. 12 ഒന്നുകൂടി കൂട്ടിയാൽ 13. ഇത് ശരിയായി. മറ്റത് രണ്ടും ശരിയാവൂല്ല. 4 2 8 ആണ്, 4 3 7 ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട വാല്യൂ ഏതാണ്? x+1ഉം x+12ഉം. അപ്പോൾ p of x is equal to x+1 into x+12. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0 കിട്ടണമെങ്കിൽ ഏതായിരിക്കും കൊടുക്കുക? p of -1 equal to 0. ഇവിടെ +1 വരുമ്പോൾ മൈനസ് കൊടുക്കണം. ഇതെന്തായിരിക്കും കിട്ടുക? p of -12 is equal to 0. അപ്പോൾ ഏത് വില കൊടുക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്? x is equal to 1ഉം x is equal to -1ഉം x is equal to -12ഉം കൊടുക്കുമ്പോഴാണ് ഈ പോളിനോമിയലിന്റെ വില എന്തായിട്ട് മാറുന്നത്? 0യിലേക്ക് നീങ്ങുന്നത്. അതിന്റെ അർത്ഥം -1, -12 are the solutions of the polynomial equation p of x is equal to 0. p of x is equal to 0 എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങളാണ് -1ഉം -12. ഇനി രണ്ട് ചോദ്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങളത് ചെയ്ത് പഠിക്കുക. കൂടാതെ മറ്റ് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു 5 പോളിനോമിയൽ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. ആ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് ഫ്രണ്ടിനോട് കാണാൻ പറയുക. അതേപോലെ ഫ്രണ്ട് കുറച്ച് പോളിനോമിയൽ നിങ്ങൾക്ക് തരിക, അതിന്റെ സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുക? ഈ മോഡൽ വേണമല്ലോ നമ്മൾ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ x+a × x+b രൂപത്തിൽ വരണമല്ലോ. ഞാൻ ഉണ്ടാക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചോളൂ. x തന്നെ വരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നോക്കിക്കോളൂ, ഞാൻ y വെച്ച് തുടങ്ങി. y+3 × y+2. 8ാം ക്ലാസ്സിലെ പണി ഞാൻ എടുക്കുകയാണ്. 10ാം ക്ലാസ്സിലെ പണി എൻ്റെ ഫ്രണ്ട് ചെയ്യും. എന്താ 10ാം ക്ലാസ്സിലെ പണി? ഞാൻ കൊടുക്കുന്ന പോളിനോമിയലിനെ എന്ത് ചെയ്യും? ഫാക്ടറൈസ് ചെയ്യും. അപ്പൊ ഇതിനെ നമുക്ക് 8ാം ക്ലാസ്സിലുള്ള പോലെ ഒന്ന് ചെയ്ത് നോക്കാം. രണ്ട് ബ്രാക്കറ്റിലും സെയിം. അപ്പോൾ സെയിം ആയതിന്റെ സ്ക്വയർ പ്ലസ് വ്യത്യസ്തങ്ങളായത് തമ്മിൽ ആഡ് ചെയ്യുക. 3ഉം 2ഉം 5. 5നെ കോമൺ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 5y പ്ലസ് വ്യത്യസ്തങ്ങളായത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 2 6. ഞാൻ ഈ പോളിനോമിയലിനെ ഞാൻ എന്താ പേര് കൊടുക്കുക? p of y. എന്താ p of y എന്ന് പേര് കൊടുക്കാനുള്ള കാരണം? ഇതിനകത്തുള്ള വേരിയബിൾ എന്താണ്? y ആണ്. ഈ പോളിനോമിയൽ ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നു. അവളോട് എൻ്റെ ഈ ചോദ്യം കണ്ടെത്താൻ പറയുന്നു. ക്ലിയർ ആയോ? ഇനി മറ്റൊരു ചോദ്യം മൈനസ് വെച്ചിട്ട് ടീച്ചർ ഉണ്ടാക്കാം. 2 എണ്ണം മൈനസ് വരുന്നത് ഉണ്ടാക്കി കാണിച്ചു തരാം, ഒരു പ്ലസും മൈനസും വരുന്നത് ഉണ്ടാക്കി കാണിച്ചു തരാം. നോക്കിക്കോളൂ, a വരുന്ന പോളിനോമിയൽ എടുത്തു. a-7 × a-2. ഒന്ന് ചെയ്ത് നോക്കൂ, പറയൂ. സെയിം ആയതിന്റെ സ്ക്വയർ a² പ്ലസ് നടുവിൽ പ്ലസ് ഇട്ട് കൊടുക്കുക. 8ാം ക്ലാസ് ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. വ്യത്യസ്തങ്ങളായത് സൈനോട് കൂടി എടുക്കുക. -7 പ്ലസ് -2.
ഇൻറ്റു സെയിം ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് വ്യത്യസ്തങ്ങളായത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താണ് കിട്ടുക? -7 ഇൻറ്റു -2 ഈക്വൽ ടു a സ്ക്വയർ. ഇനി ശ്രദ്ധിക്കുക, -7ഉം -2 കൂടെ കൂട്ടിയാൽ -9 ആണ്. ഈ -9നെ പ്ലസ് കൊണ്ട് മൈനസ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? -9a. ഇനി ഇവിടെ നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിന്റെ നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവിന്റെ പോസിറ്റീവ് പോസിറ്റീവ് 7 2 14. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ P of A is equal to a square minus 9a plus 14. ഈ ചോദ്യത്തിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട് എത്തണം. അപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിലത്തെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പോളിനോമിയൽ കണ്ടെത്തി ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നു. ഫ്രണ്ട് ആ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നു. അങ്ങോട്ട് നമ്മൾ കാണിച്ചു കൊടുക്കരുത്, ചോദ്യം മാത്രം കാണിച്ചു കൊടുക്കുക. അപ്പൊ 2 പ്ലസ് ഉള്ളതും 2 മൈനസ് ഉള്ളതും ചെയ്തു. ഇനി നമുക്ക് മറ്റൊരെണ്ണം പ്ലസും മൈനസും ഉള്ളതൊന്ന് ചെയ്ത് നോക്കാം. x മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2. പറഞ്ഞു നോക്കൂ, രണ്ടും സെയിം ആണല്ലോ. അപ്പൊ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ, നടുവിൽ പ്ലസ് ഇട്ട് കൊടുക്കുക തെറ്റാതിരിക്കാൻ. ഇവിടെ -3, ഇവിടെ +2. അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് എക്സ് കൊണ്ട് ഗുണിക്കുക, അഥവാ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും പ്ലസ് തന്നെ കൊടുക്കുക, ബ്രാക്കറ്റിൽ എഴുതുക -3 ഇൻറ്റു +2 ഈക്വൽ ടു എക്സ് സ്ക്വയർ. -3ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വ്യത്യസ്ത ചിഹ്നങ്ങളാണല്ലോ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ -1. ഈ -1നെ പോസിറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ -x. നെഗറ്റീവ് ഒരു എക്സ് എന്ന് എഴുതാറില്ല, -x. ഇനി ഇവിടെ നോക്കൂ, ഇത് പ്ലസും ഇത് മൈനസും ഇത് പ്ലസും, പ്ലസ് ഇൻറ്റു മൈനസ് 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 ഇൻറ്റു പ്ലസ് പ്ലസ് മൈനസ് കിട്ടും. 3 2 6. അപ്പോൾ P of x is equal to എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6. മൾട്ടിപ്ലൈ ചെയ്താൽ -6ഉം ആഡ് ചെയ്താൽ -1 കിട്ടുന്ന തരത്തിലുള്ള എക്സിന്റെ വിലകൾ ഏതൊക്കെയാ? -3ഉം 2ഉം. അപ്പൊ ഈ തരത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ അങ്ങോട്ടൊരു 5 എണ്ണം ഉണ്ടാക്കി കൊടുക്കുക. അതിന്റെ ഫാക്ടേഴ്സ് അവരോട് കണ്ടെത്താൻ പറയുക. അവൻ ഉണ്ടാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾ അതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒരു ബഹുപദത്തെ അഥവാ ഒരു പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചു, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കാൻ പഠിച്ചു, ഫാക്ടറുകളിൽ നിന്ന് സൊല്യൂഷൻസ് കാണാനും പഠിച്ചു. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത ഘട്ടത്തില് സൊല്യൂഷൻസിൽ നിന്ന്, അതായത് ഫാക്ടർ കണ്ട് സൊല്യൂഷൻ കിട്ടി, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? സൊല്യൂഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം എന്നത് ചോദ്യങ്ങളിലൂടെയാണ് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരിക. ഇത് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ബൈ.